മോനെ വേദ, മുത്തശ്ശി സമാധാനായിട്ടിരിക്കെ. സമാധാനിക്കുന്നതൊക്കെ പിന്നെ. ആദ്യം നിന്റെ അമ്മായപ്പനെ ഒന്ന് ഫോൺ ചെയ്യ്. എനിക്കൊന്ന് അവരോട് സംസാരിക്കണം. അമൂല്യയുടെ അച്ഛനെയോ? അതെന്തിനാ? എന്തിനാന്നുള്ള ചോദ്യത്തിന്റെ യാതൊരു ആവശ്യം ഇവിടെയില്ല. എനിക്കിപ്പോ അവരോട് സംസാരിച്ചേ പറ്റൂ. എന്താ, എനിക്ക് അവരോട് സംസാരിക്കാൻ പാടില്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല മുത്തശ്ശി. പെട്ടെന്ന് അവരെ ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. നിന്റെ അമ്മയുടെ പിറന്നാൾ ദിവസം എല്ലാരും സന്തോഷത്തോടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചു. പക്ഷേ അതങ്ങനെയല്ല അവസാനിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് ഞാൻ തന്നെ അവരോട് നേരിട്ട് സംസാരിക്കാം. അവരെ ഫോൺ ചെയ്യ്. ശരി മുത്തശ്ശി, ഞാൻ അവർക്ക് ഫോൺ ചെയ്തു തരാം. മുത്തശ്ശി, അവരെന്തോ ബിസിയാണെന്ന് തോന്നുന്നേ. എന്റെ കോള് കട്ട് ചെയ്തു. അവരുടെ ലാൻഡ് ലൈൻ നമ്പർ നിന്റെ ഇല്ലേ? വലിയ കമ്പനി നടത്തുന്നവനല്ലേ നീ? ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? അങ്ങോട്ട് വിളിക്ക്. ആരും അവിടെ ഫോൺ എടുക്കുന്നില്ല മുത്തശ്ശി. ഇതെന്തൊരു കഥയാ ദൈവമേ. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയണ്ട. എനിക്ക് എന്തായാലും അവരോട് സംസാരിച്ചേ പറ്റൂ. അതിനെന്താന്ന് വെച്ചാ ചെയ്യ്. ആരും എടുത്തില്ലെങ്കിൽ നിന്റെ ഭാവി ഭാര്യയുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. ಸಖತ್ತಾಗವಳೆ, ಸುಮ್ನೆ ನಗ್ತಾಳೆ, ಕದ್ದು ನೋಡ್ತಾಳೆ. പറയ് വേദാന്ത്. എന്തു പറ്റി മരുമോളെ? സുഖവിവരം അറിയാൻ ഭർത്താവ് വിളിച്ചതാണെന്ന് കരുതിയോ? മുത്തശ്ശി, ഞങ്ങളുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. കല്യാണത്തിന് മുന്നേ ഭർത്താവിന്റെ അടുത്ത് പാവമായി കൊടുത്ത കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു മര്യാദയും കിട്ടില്ലെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാ എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടം. എന്തായാലും അതോർത്ത് നീ ഒരുപാട് ടെൻഷൻ ആവണ്ട അമ്മോ. കല്യാണം കഴിച്ചാ പിന്നെ ഭർത്താവിനെ വരച്ച വരെ നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം മോളെ. ഇതാണ്, ഇങ്ങനെയാണ് ഒരു മുത്തശ്ശി കൊച്ചുമോന് പണി കൊടുക്കണ്ടേ. ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തെല്ലാം ടെൻഷൻ അടിക്കുന്നേ? നീ മിടുക്കിയല്ലേ മോളെ. നിങ്ങളുടെ കല്യാണം വേഗം നടക്കാൻ ഞാൻ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. നിന്റെ മനസ്സിൽ എന്റെ വേദാന്തിനോട് എത്ര സ്നേഹവും ബഹുമാനവും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. താങ്ക് യു മുത്തശ്ശി. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിയുന്നതും നീ ഈ വീട്ടിലെ മരുമകളായി വലതുകാല് വെച്ച് കയറി വരുന്നതും ഞാൻ എന്നും സ്വപ്നം കണ്ടു കഴിയുകയാണ് മോളെ. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിന്റെ വീട്ടിൽ വന്ന നിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കണമായിരുന്നു. അതിനുവേണ്ടി അവരെ ഫോൺ ചെയ്തു. പക്ഷെ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ലല്ലോ. അമ്മോ, നീ ഇത് അവരോടൊന്ന് സംസാരിച്ചിട്ട് എന്നെ വിളിച്ച് പറയണേ. ശരി മുത്തശ്ശി, ഇപ്പൊ തന്നെ ചോദിക്കാം. ഞാൻ ഫോൺ വെക്കട്ടെ? ആ ശരി മോളെ. മുത്തശ്ശി മുത്തശ്ശി വെക്കല്ലേ, ഒരു മിനിറ്റ്. എടി കഴുതേ. പറയ് വേദാന്ത്. ആ ശരി ശരി, മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ സംസാരിച്ചോ. അച്ഛനും അമ്മയും ഇപ്പോഴും നല്ല വിഷമത്തിലാണോ? ഈ അപമാനമൊന്നും അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് മറക്കാൻ കഴിയില്ല വേദാന്ത്. ഞങ്ങളെപ്പോലുള്ള മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പണവും സമ്പത്തും ഒന്നും അല്ല വലിയ കാര്യം. അന്തസ്സും അഭിമാനവും വിട്ട് ഞങ്ങൾ ജീവിക്കില്ല. നിങ്ങളുടെ അത്രയും കാശില്ലാത്തോണ്ട് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. കാരണം ഞങ്ങൾക്ക് അറിയാം അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. പക്ഷെ ഞങ്ങളുടെ അഭിമാനം ചോദ്യം ചെയ്യുന്നത് പോലുള്ള ഇത്തരം സാഹചര്യങ്ങൾ ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല വേദാന്ത്. ഇതുപോലുള്ള നാണക്കേടൊക്കെ ഞങ്ങൾക്ക് മരിക്കുന്നതിന് തുല്യ. അമ്മയുടെ വേദനയും വിഷമമൊക്കെ മനസ്സിലാക്കിയേ പറ്റൂ. ഡോണ്ട് വറി അമൂല്യ, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഞാനും മുത്തശ്ശിയും കൂടെ വീട്ടിലേക്ക് വന്ന് അച്ഛനോടും അമ്മയോട് സംസാരിക്കാം. എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. ട്രസ്റ്റ് മീ.
അതോടെ ഈ പ്രശ്നങ്ങൾ തീരുമെന്നാ ഞാനും വിചാരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇനി ഈശ്വരൻ തന്നെ വിചാരിച്ചാലേ നമ്മളെ രക്ഷിക്കാൻ കഴിയും. ഡോണ്ട് വെറി അമൂല്യ, ഞാനില്ലേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഈശ്വരന് മാത്രമേ അറിയൂ നമ്മുടെ സ്നേഹം എത്ര പ്യുവറാണെന്ന്. എന്തായാലും ദൈവം നമ്മളെ സഹായിക്കാതിരിക്കില്ല. വേദാന്ത് അമൂല്യയ്ക്കോ അമൂല്യ വേദാന്തിനുള്ളതാ. അതെന്ത് സംഭവിച്ചാലും മാറില്ല. അതിന് ആര് ശ്രമിച്ചാലും നടക്കില്ല. ഐ ലവ് യു അമൂല്യ, ഐ ലവ് യു അമൂല്യ. നീ അമ്മുനും വേദാന്തിനും തന്നെയാ വേണ്ടത്. നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരുപാട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ലവ് യു കള്ളച്ചെറുക്കൻ. Take care. നമ്മൾ എന്തൊക്കെയാ പ്രതീക്ഷിച്ചത്, എന്തൊക്കെയാ ഇവിടെ നടന്നത്? അമ്മ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അനൗൺസ് ചെയ്യുന്ന എൻഗേജ്മെന്റ് നടക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയാമെന്ന് വിചാരിച്ചപ്പോ സാഹചര്യങ്ങൾ മാറിപ്പോയില്ലേ? ഇനിയും എത്ര നാൾ നമുക്ക് ഈ സത്യം മറച്ചു വെക്കാൻ കഴിയും? മറച്ചു വെക്കാതെ മറ്റൊരു വഴിയില്ല സിദ്ധാർത്ഥ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുള്ളൂ. ആദ്യ എത്രയും പെട്ടെന്ന് പറയുന്നതാ നല്ലത്. പ്ലീസ് സിദ്ധാർത്ഥ്, ഈ ഒരു കാര്യത്തിൽ എന്നോട് വാശി പിടിക്കാൻ നിൽക്കരുത്. നമ്മൾ ഇത്രയും നാൾ അഡ്ജസ്റ്റ് ചെയ്തില്ലേ? ഇനി കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ എന്താ പ്രശ്നം? വേദാന്തേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുള്ളതാ. ചേട്ടന്റെ സന്തോഷത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒന്നും ഓർക്കാതെ ഞങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അവന് സന്തോഷമുള്ള ഒരു ഭാവി കിട്ടണമെങ്കിൽ അമൂല്യായിട്ടുള്ള കല്യാണം നടന്നേ പറ്റൂ സിദ്ധാർത്ഥ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവർക്കിടയിലുള്ള പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്തിട്ട് കല്യാണം നമ്മൾ വേഗം നടത്തണം. എന്തൊക്കെയായാലും അവരുടെ എൻഗേജ്മെന്റ് കഴിയുന്നത് വരെ നമ്മുടെ കുട്ടിയുടെ കാര്യം ഞാൻ ആരോടും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു തന്ന ഡയലോഗൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലേ? അത് മതി. റമി, എന്താ പറ്റിയേ? ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമല്ലോ ഉണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല, ആശുപത്രിയിലൊന്നും പോകണ്ട. അവിടെ സംഭവിച്ചതൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് നീട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് നിന്റെ ആരോഗ്യത്തിനാ കേട്. സമാധാനായിട്ടിരിക്കുക. അവരെല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മളെ അപമാനിച്ചു. അതെങ്ങനെയാ ഞാൻ മറക്കേണ്ടത്? നമ്മളെ അപമാനിക്കാൻ മനഃപൂർവ്വം പറഞ്ഞതാണെന്ന് അറിയാലോ. പിന്നെ അതോർത്ത് തലപോയിക്കേണ്ട കാര്യമില്ല. അവര് വേണമെന്ന് വെച്ചുണ്ടാക്കി പറഞ്ഞ കഥയല്ലേ. അല്ലാതെ നാട്ടുകാർ നമ്മളെ കുറിച്ച് മോശമായിട്ടൊരു കഥ പറയുന്നില്ലെന്ന് മനസ്സിലായില്ലേ? ഇതിൽ വേദാന്ത എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാ പ്രമി? തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവൻ നല്ലവനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇത്രയൊക്കെ കേട്ടിട്ടും നമ്മുടെ അമ്മൂനെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടുക? നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമുണ്ടോ? അവരിങ്ങനെയൊക്കെ ചെയ്തതിന്റെ കാരണം കല്യാണം നടത്താതിരിക്കാൻ വേണ്ടിയല്ലേ? നമ്മള് കാശിന് വേണ്ടി പെൺമക്കളെ വളർത്തുന്നു. ഛേ, ഇനി ഇത് ഒരിക്കൽ കൂടി എനിക്ക് കേൾക്കേണ്ടി വന്നാ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവരുടെ വിവരമില്ലായ്മ നീ തലയിൽ വെച്ചിരിക്കുന്നേ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാലോ. ഇവരൊക്കെ പറയുന്ന കേട്ട് മനസ്സ് വിഷമിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല പ്രമി. എനിക്ക് അത്ര വലിയ വിശാലമായ മനസ്സൊന്നുമില്ല. നമ്മുടെ യോഗ്യതയെക്കുറിച്ച് എനിക്കറിയാം. നമ്മൾ അഭിമാനത്തോടുകൂടി ജീവിക്കുന്നവരാ. നമ്മുടെ കുടുംബം ഈ സന്തോഷത്തിൽ ഇപ്പൊ ജീവിച്ചാൽ മതി. ഇനി അവിടെ പോയി അവരുടെ വായിരിക്കുന്ന തോന്നിയ ദിവസം കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ അഭിമാനത്തെയാണ് അവര് ചോദ്യം ചെയ്തിരിക്കുന്നത്. നമ്മളെ പോലുള്ളവർക്ക് അത് വലിയ പ്രശ്നമാണ്. എന്നിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ ജീവിക്കാനും അത് മറന്നു കളയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇനി നമുക്ക് ആ കുടുംബവുമായിട്ട് ഒരു ബന്ധവും വേണ്ട. വേദാന്തുമായിട്ടുള്ള ഒരു കല്യാണവും വേണ്ട. വേദാന്തുമായിട്ട് ഈ വീട്ടിൽ ഇനി ഒരു ബന്ധം ഉണ്ടാവരുത്. ഞാൻ ജീവനോട് ഇരിക്കുമ്പോ ഇനി അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഒന്നും നിക്ക് പ്രമി, തീരുമാനമെടുക്ക. ഇനിയും സമയമില്ലേ? നീ ഒരു പ്രധാന കാര്യം മറക്കുന്നുണ്ട്. ഇതുപോലുള്ള അവസരത്തിൽ വേദാന്തു അമൂല്യം എത്രമാത്രം വിഷമിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ?
ഇതിൽ അവരുടെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? ആരോ എന്തോ പറഞ്ഞെന്ന് വെച്ച് അവരുടെ ജീവിതം വെച്ച് നമ്മൾ കളിക്കണോ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഈ കല്യാണം നടത്തുന്നതിൽ നല്ലത് അന്തസ്സോടെ ഈ വീടിന്റെ നടുക്കളത്തിൽ കെട്ടി തൂങ്ങി ചാവുന്നതാ. നിങ്ങൾക്ക് ഇനി ഈ കല്യാണം നടത്തണമെന്നാണെങ്കിൽ ഇപ്പൊ തന്നെ അത് ചെയ്യാൻ ഞാൻ ഒരു മടിയും കാണിക്കില്ല. പ്രമി, നീ എന്തൊക്കെയാ പറയുന്നേ? ഒന്നും മിണ്ടാതിരിക്കുക. എന്താ വേണ്ടതെന്ന് ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാ. നിങ്ങൾ ഈ കല്യാണം വേണ്ടാന്ന് വെക്കുന്നോ അതോ എന്റെ മരണം കാണുന്നോ? പ്രമി, നിങ്ങളുടെ പ്രേമി തന്നെയാ സംസാരിക്കുന്നത്. ഞാനാണ് വലുതെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ നിന്നേ പറ്റൂ. എന്നെ നിങ്ങളുടെ സ്വന്തം മകനായിട്ട് സ്വീകരിക്കണം. അമ്മേ, ഇതെന്തിനാ വലിച്ചെറിഞ്ഞത്? ഇത് വേദാന്ത് വാങ്ങി തന്ന മോതിരമല്ലേ? അമ്മോ, ഈ മോതിരങ്ങൾ നമ്മുടെ കുടുംബത്തിന് യോജിച്ചതല്ല. അതുകൊണ്ടിപ്പോ ഞങ്ങളത് വേണ്ടാന്ന് വെക്കുക. ഇത് ഞങ്ങൾക്ക് ചേരാത്തത് ഞങ്ങളുടെ യോഗ്യത കുറവുകൊണ്ടാകാം. അതുകൊണ്ട് ഈ കല്യാണം ഇനി നടക്കില്ല മോളെ. അമ്മോ, ഇതോടുകൂടി നീ വേദാന്തിനെ മറക്കണം മോളെ. അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? ഈ മോതിരം വേദാന്തിന്റെ കയ്യിൽ അണിയിക്കുമ്പോ നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടായതല്ലേ? അന്നെന്റെ കൈ പിടിച്ച് വേദാന്തിനെ ഏൽപ്പിച്ചതും നിങ്ങൾ രണ്ടുപേരും അല്ലേ? അങ്ങനെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാ നമ്മൾ യോഗ്യതയില്ലാത്തവരാവോ അമ്മേ? അതുമാത്രമല്ല, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരില് വേണ്ടെന്ന് വെക്കുന്ന തെറ്റല്ലേ? ഇന്ന് അവിടെ വെച്ച് അങ്ങനെ സംഭവിച്ചത് ആരുടെ അറിവോടെയല്ല. വേദാന്ത് ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കില്ല. അത് നിങ്ങൾക്കറിയാലോ. അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലല്ലോ അമ്മേ. അപ്പൊ ഞാൻ അവനെ വേണ്ടാന്ന് വെച്ച് അവനെ ചതിക്കുന്ന പോലെ ആവില്ലേ? എന്നാലും സാരമില്ല, ഇതല്ലാതെ വേറെ വഴിയില്ല. ഞങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. നിനക്ക് ഞങ്ങളെയാണോ വേണ്ടത് വേദാന്തിനെയാണോ വേണ്ടതെന്ന് നിനക്ക് തന്നെ ഇപ്പൊ തീരുമാനിക്കാമോ? ഇനി നിനക്ക് ഞങ്ങളെ വേണ്ട എന്നാണെങ്കിൽ ധൈര്യമായിട്ട് നിനക്ക് അവനോടൊപ്പം പോകാം. അവിടെ സന്തോഷമായിട്ട് നിനക്ക് ജീവിക്കാം. ഞങ്ങൾ നിന്റെ കൺവെട്ടത്ത് പോലും പിന്നെ വരില്ല. ദൂരെ എവിടെങ്കിലും പോയി സമാധാനം. അമ്മേ, പ്ലീസ് എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ കാര്യം കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കമ്മേ. വേദാന്ത് എങ്ങനെയുള്ള ആളാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ? അവൻ നിങ്ങൾക്ക് തന്ന വാക്കൊന്നും ഒരിക്കലും മാറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാ. മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ. ഇനി ഇതുപോലെ ഒരിക്കലും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്നേക്കാൾ കൂടുതൽ ജീവിതാനുഭവങ്ങൾ നിനക്കുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് തർക്കിക്കാൻ വയ്യ. ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ ഒരു ചർച്ച ഉണ്ടാവില്ല. നിന്റെ മുന്നിൽ ഇപ്പൊ 2 വഴികളുണ്ട്.
നിനക്ക് ഞങ്ങളെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലുള്ള മോതിരം ഇപ്പൊ തന്നെ അഴിച്ചു കളയണം. അല്ല വേദാന്തിനെയാണ് വേണ്ടെങ്കിൽ പിന്നെ എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത്. അച്ഛ എന്തൊക്കെയാ അച്ഛ ഈ പറയുന്നേ? അച്ഛനെങ്കിലും അമ്മയോട് പറ. പറയാനുള്ളതെല്ലാം അമ്മ പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നും എതിർക്കാനുള്ള ശക്തി എനിക്കിപ്പോ ഇല്ല മോളെ. ഭാവി ജീവിതത്തെ സംബന്ധിച്ച് ശരിയായൊരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിൽ നീ എത്തിയിരിക്കുക മോളെ. നിന്റെ അമ്മയെ നിനക്ക് ജീവനോടെ കാണണമെങ്കിൽ അവള് പറഞ്ഞത് നീ അനുസരിച്ചേ പറ്റുമോളെ. മുത്തശ്ശി, ഞാൻ വിളിച്ചിട്ട് അമ്മൂല്യ ഫോൺ എടുക്കുന്നില്ല. മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കാൻ പറ്റുമോ? ശരി, ഞാൻ വിളിച്ചോളാം മോനെ. ഇല്ലല്ലോ വേദാന്ത്, എന്റെ കോളും എടുക്കുന്നില്ലല്ലോ. എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ? നേരിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഫോൺ എടുക്കാത്തോണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. നേരിട്ട് സംസാരിക്കാം. ഒന്ന് നിക്ക് വേദാന്ത്, നമ്മളിങ്ങനെ ആവേശം കാണിച്ചാൽ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവില്ല. അതല്ല മുത്തശ്ശി, ഇത് മുതിർന്ന ആൾക്കാർ സംസാരിക്കേണ്ട വിഷയമല്ലേ. പ്രമീള അമ്മയോട് മുത്തശ്ശി സംസാരിക്കണം. അതല്ലാതെ വേറൊരു വഴിയില്ല. നോക്ക് മോനെ, നിന്റെ വിഷമം മറ്റാരേക്കാളും നന്നായി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത്തരം സാഹചര്യത്തില് നമ്മൾ കുറച്ച് സമാധാനത്തോടെ വേണം മുന്നോട്ട് നീങ്ങാൻ. ഇതൊക്കെ ഭാവി ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ ഭാഗങ്ങളും നോക്കി സമാധാനത്തോടെ വേണം നമ്മളൊരു തീരുമാനമെടുക്കാൻ. എന്നാലേ അത് ശരിയാവുള്ളൂ. പാവം, അവരെ നന്നായി അപമാനിച്ചല്ലേ വിട്ടത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി പറഞ്ഞത് നമുക്ക് നേരിട്ട് അങ്ങോട്ടേക്ക് പോവാം, എന്നിട്ട് സംസാരിച്ചെല്ലാം ക്ലിയർ ചെയ്യാം. അത് ചെയ്യാൻ തന്നെയല്ലേ പറയുന്നേ. പക്ഷെ അവള് ഫോൺ എടുത്ത് അവിടുത്തെ സാഹചര്യങ്ങൾ പറഞ്ഞാലല്ലേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അവൾക്ക് ഫോണിലൂടെ പോലും കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണെന്നല്ലേ അതിന്റെ അർത്ഥം. എനിക്ക് ആലോചിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എന്താ എന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ? നീ ആദ്യം നിന്റെ മനസ്സൊന്ന് തണുപ്പിക്കു വേദാന്ത്. പ്രശ്നങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒന്നും ശാശ്വതമല്ലല്ലോ. കലങ്ങി തെളിയാനുള്ള സമയം നമ്മൾ നൽകണം.
എന്തായാലും ഇപ്പൊ അമ്മൂനെ നമ്മൾ വിളിച്ചിട്ടുണ്ടല്ലോ. അവള് തിരിച്ചു വിളിക്കുമ്പോ ഞാൻ തന്നെ വന്ന് നിന്നോട് കാര്യങ്ങൾ പറയാം. നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ ഒന്ന് സമാധാനിക്ക്. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല മുത്തശ്ശി. അമൂല്യെ കൈവിട്ട് പോകുമെന്ന് എന്റെ പേടി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നോക്ക് വേദാന്ത്, അങ്ങനെയൊന്നും സംഭവിക്കില്ല മോനെ. നീ ആവശ്യമില്ലാത്തോർത്ത് വിഷമിക്കണ്ട. നീ അവളെ മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ മോനെ. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതേ വരൂ. ഒന്നും കൊണ്ടും പേടിക്കണ്ട. ശരി, രാവിലെ മുതൽ ഓട്ടോ അല്ലേ, കുറച്ച് റെസ്റ്റ് എടുക്ക്.